ഭക്ഷ്യമന്ത്രി നൽകിയ ഒരു പ്രധാനപ്പെട്ട സൂചന അരിവില കൂടിയേക്കും. കേന്ദ്ര സർക്കാർ സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അരിവില കൂടുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വരുന്ന മാസങ്ങളിൽ അരിയുടെ ഉപയോഗം കൂടുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് ഇത് വിലവർദ്ധനവിലേക്ക് വഴിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ട് ഭക്ഷ്യനയം മാറ്റണമെന്നാവശ്യപ്പെടും. കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം ഒട്ടേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുവെന്നും GR അനിൽ പറഞ്ഞു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു സീസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ്. കേന്ദ്ര ഗവൺമെൻറ് OMS സ്കീമിൽ ഗവൺമെൻറ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനവിൻ്റെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ തീരുമാനം മാറ്റം വരുത്തണം. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഓപ്പൺ സെയിൽസ് മാർക്കറ്റ് സ്കീമിൽ അതിൽ ഇപ്പോൾ കേന്ദ്രം വരുത്തിയ നയം മാറ്റം, അതിൽ നിന്ന് സംസ്ഥാനങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സംസ്ഥാനങ്ങൾ അതിൽ പങ്കെടുക്കരുത് എന്നുള്ള ആ പുതിയ നയം ഉണ്ടാക്കുന്നത് എത്രത്തോളം ഗുരുതരമായൊരു പ്രത്യാഘാതമാണ് എന്നാണ് ഭക്ഷ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടല്ലോ, അതെപ്പോഴാണ്? അനുജ, ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ ഈ അധികമുള്ള അരി അത് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്ന് ആ സ്കീമിലെ ഈ ടെൻഡർ, അതായത് ഈ ലേലം വിളിക്കുള്ള സർക്കാർ, അതിൽ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കുമാണ് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ടെൻഡർ വിളിക്കാൻ ഇവർക്കാർക്കും പങ്കെടുക്കുവാൻ കഴിയില്ല. പകരം അത് സ്വകാര്യ ഏജൻസികളായിരിക്കും അതിൽ മേൽനോട്ടം വഹിക്കുക. അങ്ങനെ വരുമ്പോൾ ഇത് സ്വകാര്യ ഏജൻസികൾക്കാണ് നേട്ടമുണ്ടാക്കി കൊടുക്കുക. ഒപ്പം അരിയുടെ ലഭ്യത കുറയ്ക്കുന്നതിന് ഇത് ഇടയാക്കുമെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന മാസങ്ങൾ, പ്രത്യേകിച്ച് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ അരിയുടെ ഉപയോഗം വളരെ കൂടുതലായി തന്നെ വരും. ഈ രണ്ട് കാരണങ്ങൾ കൂടിയാകുമ്പോൾ ഈ വില വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് മന്ത്രി GR അനിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതിനായാണ് ഇന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽസിൽ ആ നിലവിലെ നയം അത് പിൻവലിക്കണം. അതിനുശേഷം മുൻപുണ്ടായിരുന്ന നയം അനുസരിച്ച്, അതായത് സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും ടെൻഡറിൽ പങ്കെടുക്കുവാനുള്ള അനുമതി ഏർപ്പെടുത്തുന്ന പഴയ നയത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം ഉന്നയിക്കും. കാരണം ഭക്ഷ്യസാധനങ്ങളുടെ വിലയടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട്. ഇനി ഉത്സവ സീസണിലേക്ക് അടക്കുമ്പോൾ മന്ത്രി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ അരിയുടെ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ പൈസ മുതലാക്കി അരി എടുക്കേണ്ട ഒരു സാഹചര്യം, അത് വില വർധനവിലേക്ക് കൂടി വഴിവെക്കും. അത് മറികടക്കുന്നതിലേക്കാണ് ഇനി കൂടിക്കാഴ്ച നടത്തുന്നത്. എത്രത്തോളം അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതും ഇനി കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ അവസരത്തിൽ എന്തെങ്കിലും മാറ്റം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, അതോ പഴയ സ്ഥിതിയിൽ തന്നെ തുടരുമോ എന്നതിലടക്കമുള്ള വ്യക്തത കൂടി വരും. അനുജ, ശരി, കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യനയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അതാണിപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. അരിവില വർദ്ധിപ്പിക്കേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിനായുള്ള കൂടിക്കാഴ്ച അത് വൈകിട്ട് 6 മണിക്കാണ് നടക്കുന്നത്.